സംഗീസിന്റെ ശ്രദ്ധയ്ക്ക് ഇ ഡി ഇപ്പൊ വരും ആ വരവിനെ ഓർത്ത് ഭയന്ന് വിറച്ച് മുഹമ്മദ് റിയാസും ഭാര്യ വീണ വിജയനും ഇരിക്കുന്നുണ്ട് എന്ന രീതിയിൽ വല്ലാതെ ആലോചിച്ച് കുളിരണിഞ്ഞിരിക്കുന്നവർക്ക് രണ്ട് പഞ്ച് ഡയലോഗ് അങ്ങ് സമർപ്പിക്കുകയാണ്. പഞ്ചെന്ന് പറഞ്ഞാൽ പേടിച്ചരണ്ട ഒരു വ്യക്തിയുടെ പഞ്ച് ഡയലോഗ്. ഇ ഡി എന്ന് പറഞ്ഞാൽ പുല്ലാണ്, വെറും പുല്ലാണ്. അതാണ് ഡയലോഗ്. അതായത് ഇങ്ങോട്ട് വന്നിട്ട് ഭീഷണിപ്പെടുത്താമെന്നൊന്നും കരുതണ്ട. കഴിഞ്ഞ ദിവസം റിയാസ് നടത്തിയ പ്രസംഗത്തിൽ എന്താണ് വ്യക്തിക്കുള്ള ആത്മവിശ്വാസം എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. പിണറായി വിജയനും കുടുംബവും എല്ലാം ആശങ്കയിലായിരിക്കുന്നുവെന്ന് സംഘി ഓൺലൈൻ ചാനലുകളിലൂടെ ഇങ്ങനെ പ്രചരിപ്പിച്ച് നിർവൃതി അടഞ്ഞിരിക്കുന്നവരുടെ കരണക്കുറ്റിക്ക് കിട്ടുന്ന അടിയാണ് ഈ മറുപടി. പ്രധാനമന്ത്രി ഇന്നലെ മിഞ്ഞാന്നും വന്ന് പ്രസംഗിച്ചല്ലോ. അദ്ദേഹം പ്രസംഗത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. 10 കൊല്ലം ചെയ്ത ഒരു കാര്യത്തെ കുറിച്ചും പറഞ്ഞില്ല. ഇന്ത്യയിലെ പട്ടിണി പ്രധാനമന്ത്രി മിണ്ടിയില്ല. ഇന്ത്യയിലെ വിലക്കയറ്റം പ്രധാനമന്ത്രി മിണ്ടിയില്ല. ഇന്ത്യയിലെ തൊഴിലായ്മ പ്രധാനമന്ത്രി മിണ്ടിയില്ല. പിന്നെ ചില ഭീഷണിയും മുഴക്കിപ്പോയി. ഇ ഡി ഇറക്കുകയാണ്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും മുൻ MP-യുമായ PK ബിജുവിനെ ഒരു കാര്യമില്ലാതെ ഇ ഡി വിളിച്ചു. രാവിലെ മുതൽ രാത്രി വരെ വെറുതെ ഇരുത്തിച്ചു. ഞാൻ ബിജുവിനെ 2 ദിവസം ഇന്നലെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ വെറുതെ അവിടെ വിളിച്ചിരുത്തി രാത്രി വരെ മുന്നോട്ട് കൊണ്ടു. ഇതാണ് ഇ ഡിയുടെ പണി. ആ ഇ ഡി ഇറക്കുകയാണ്. പ്രധാനമന്ത്രി ചില ഭീഷണിയും ഇന്നലെ മുഴക്കിപ്പോയി. ഒന്നേ പ്രധാനമന്ത്രിയോട് പറയാനുള്ളൂ, ഈ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം കരിവള്ളൂരിന്റെ സമര പോരാളികളുടെ പിന്മുറക്കാരാണ്. ചിരുകണ്ഠനും മടത്തിലപ്പവും കുഞ്ഞമ്മുതായരും അബൂബക്കറും തൂക്കുമരത്തിൽ കയറുമ്പോൾ അയ്യോ എന്ന് വിളിച്ച് നിലവിളിക്കുകയായിരുന്നില്ല, ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുകയായിരുന്നു. അവരുടെ പിന്മുറക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷം. കോൺഗ്രസിനെ പോലെ ഞങ്ങളെ കാണണ്ട. ഇ ഡി അല്ല, ദേശീയ അന്വേഷണ ഏജൻസികൾ നിങ്ങളുടെ വിടുപണി ചെയ്യുന്നവർ ഞങ്ങൾക്ക് പുല്ലുവിലയാണ് എന്ന് ഞങ്ങൾ എക്കാലവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മോദിജി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇ ഡി അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസി എന്നുള്ള ഉമ്മാക്കി കാട്ടി ഇടതുപക്ഷത്തെ പേടിപ്പിക്കാൻ ഒരു പ്രധാനമന്ത്രിയും ആയിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇതെങ്ങനെ വരുന്നു എന്നല്ലേ? അതാണ് ഈ ഉപ്പ് തിന്നവനെ വെള്ളം കുടിക്കേണ്ടതുള്ളൂ. ഉപ്പ് തിന്നാത്തവന് അതിനെ സംബന്ധിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. ബൈ അക്കൗണ്ട് മേടിച്ച ഒരു പൈസ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൊടുക്കാൻ പറഞ്ഞാൽ ഒരാശങ്കയും വേണ്ട, കൃത്യമായി പറയാൻ പറ്റുമെന്നുള്ള ആശങ്ക. അല്ലാതെ ഒളിച്ചും പാത്തും പല സംഘികളും ചെയ്യുന്നത് പോലെ നേരെ ചെന്ന് കാവി കളസത്തിനകത്ത് വാങ്ങി പണം വെച്ചുകൊണ്ട് പോയ പരിപാടിയല്ല, അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടല്ല. ബൈ അക്കൗണ്ട് മേടിച്ച കാശിനെ സംബന്ധിച്ച് ഇ ഡി വന്നാൽ ഒരു ചുക്കും ചെയ്യില്ല, വന്ന പോലെ അങ്ങ് പോകുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഈ വാചകങ്ങൾ പറയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇ ഡിയോടും സംഘിയോടും പറയാനുള്ളത്, പോയി പണി നോക്ക്. ഈ വിളച്ചിലുമായിട്ട് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങളെ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് പോവില്ല, കുറച്ച് നൊന്തേ പോകത്തുള്ളൂ എന്നുള്ളതാണ് ആ വാക്കുകളിൽ നിന്ന് കൃത്യമായി പ്രകടമാകുന്നത്.